ടീച്ചേഴ്സ് യു ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഫാബ്രിക് ബാസ്ക്കറ്റ് ഉണ്ടാക്കാനാണ് നോക്കുന്നത്. അപ്പൊ നമുക്കൊരു ഫാബ്രിക് ബാസ്ക്കറ്റ് ഉണ്ടാക്കാം. ഇതിപ്പോ ഒരു സ്ക്വയർ ആയിട്ടുള്ള ഒരു പീസാണ്. ഇതിലൊരു 3 സെന്റിമീറ്റേഴ്സിൽ നമ്മൾ ഈ 2 കോർണേഴ്സിൽ ഓരോ സ്ക്വയർ കട്ട് ചെയ്തിടുകയാണ്. ഈ 2 സ്ക്വയർസ് ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഈ സൈഡിൽ 1/2 ഇഞ്ചിൽ ഒരു സ്റ്റിച്ച്, ഈ സൈഡിൽ 1/2 ഇഞ്ച്, ഈ സൈഡിൽ 1/2 ഇഞ്ച്. ഈ 3 സൈഡ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 കോർണേഴ്സ് ഉണ്ടല്ലോ, ഇതങ്ങ് ഓപ്പൺ ചെയ്യാം. അങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ, ഈ 2 ജോയിന്റ്സ് ക്രോസ് ആയിട്ട് നമുക്ക് കിട്ടും. ഓപ്പോസിറ്റ് ഫേസ് ചെയ്യുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ 2 സൈഡും സ്റ്റിച്ച് ചെയ്യാം. കണ്ടോ, ഇപ്പൊ ഇതിന്റെ ബേസ് ആയിട്ടുണ്ട്, ഒരു കവറിന്റെ ബേസ് ആയിട്ടുണ്ട്. ഇനി ഞാൻ അകം പുറം തിരിക്കാണ്. ഇതാ നല്ല ഭംഗിയില്ലേ? ഇതിനൊരു ചെറിയ ഫാബ്രിക് ബാസ്ക്കറ്റ് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. ഇതുപോലെ കുറച്ച് വലിയ സൈസിൽ ഞാൻ ചെയ്യാണ്. അപ്പൊ നിങ്ങളും എൻ്റെ ഒപ്പം തയ്ക്കല്ലേ? അപ്പൊ നമുക്ക് തുടങ്ങല്ലേ ഒരു ഫാബ്രിക് ബാസ്ക്കറ്റ്. ഒരു ഫാബ്രിക് ബാസ്ക്കറ്റ് ഉണ്ടാക്കാനായിട്ട് 11 by 11 സൈസ് ഉള്ള ഒരു സ്ക്വയർ ആണ്. ഇത് ക്യാൻവാസ് ഷീറ്റ് ആണ്. ഇത് എൻ്റെ ഔട്ടർ കവറിംഗ് ആണ്. ഇത് എൻ്റെ ലൈനിങ് ആണ്. അപ്പൊ ഞാൻ എൻ്റെ ഔട്ടർ കവറിനോട് ചേർത്ത് ഈ ക്യാൻവാസ് ഷീറ്റ് വെക്കും, അറ്റാച്ച് ചെയ്യും. ക്യാൻവാസ് എങ്ങനെയാ? ഇത് ഹാർഡ് ക്യാൻവാസ് ആണ്. ഈ ഷർട്ടിന്റെ കോളറിലേക്ക് വെക്കുന്ന ക്യാൻവാസ് ഉണ്ടാവില്ല, അതാണിത്. ഈ ക്യാൻവാസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു സൈഡ് കുറച്ച് ഗ്ലിറ്ററിങ് ആയിരിക്കും, മറ്റേ സൈഡ് പ്ലെയിൻ ആയിരിക്കും. അപ്പൊ ഈ ഗ്ലിറ്ററിങ് ഉള്ള ഈ അതായത് കുറച്ച് തിളക്കമുള്ള ഈ സൈഡ് ഉണ്ടല്ലോ, ഈ സൈഡ് ആണ് നമ്മൾ തിരിച്ചു വെച്ചിട്ട് നമ്മുടെ ഫാബ്രിക്കിലേക്ക് വെക്കുക. എന്നിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക, നല്ലപോലെ അയൺ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഈ സൈഡിൽ ഗ്ലൂ ഉണ്ട്, അതുകൊണ്ടാണ് അതിനൊരു തിളക്കം അവിടെ വരുന്നത്. അപ്പൊ ഈ ഗ്ലൂ ഉരുകി ഇതിനോടങ്ങ് ചേർന്ന് നിൽക്കും. അപ്പൊ നമുക്ക് കട്ട് ചെയ്തിട്ട് വരാം. അയൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നേരെ ക്യാൻവാസിന്റെ മുകളിലേക്ക് തേക്കാൻ ശ്രമിക്കരുത്, ചിലപ്പോൾ പിടിക്കും. അതിന്റെ അയൺ ചിലപ്പോൾ കേടായി പോവുകയും ചെയ്യും. അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു തുണി വിരിക്കുക, അതിന്റെ മുകളിൽ കൂടെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഒരു പ്രശ്നവും പറ്റില്ല, നീറ്റായിട്ട് ക്യാൻവാസ് നമ്മുടെ ഫാബ്രിക്കിലേക്ക് അറ്റാച്ച് ആയിക്കോളും. ഇനി 11 by 11 ഇഞ്ചാണ് ഈ സ്ക്വയർ ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിന്റെ കോർണേഴ്സ് 2.5 ഇഞ്ച് 2.5 ഇഞ്ചാണ്. ഈ 2 പോർഷൻസ് ഞാൻ കട്ട് ചെയ്ത് കളയും. അപ്പൊ കട്ട് ചെയ്ത് കഴിഞ്ഞു. 11 by 11 ഇഞ്ച് 11 by 11 സ്ക്വയർ, അതിന്റെ 2 അറ്റം 2.5 ഇഞ്ചിൽ നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. ക്യാൻവാസും ഔട്ടർ കവറും കൂടി നമ്മൾ പ്രസ് ചെയ്ത് നീറ്റായിട്ട് പ്രസ് ചെയ്ത് നമ്മൾ ഒരുമിച്ച് അറ്റാച്ച് ചെയ്തു. പിന്നെ ഇപ്പൊ എത്ര നമുക്ക് പീസസ് ഉണ്ട്? 1 2, ഇതിന്റെ ലൈനിങ് 3 4. ഇനി റൈറ്റ് ഓൺ റൈറ്റ് ആണ് നമ്മൾ വെക്കണത്. അതായത് നല്ല വശത്തിനെ ഫേസ് ചെയ്ത് വെക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1 സെന്റിമീറ്റർ വിട്ടാലും മതി. ഒരു 1 സെന്റിമീറ്റർ ഗ്യാപ്പിൽ ഇവിടുന്ന് ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക, പിന്നെ ഇവിടെ ഒരു സ്റ്റിച്ച്, പിന്നെ ഇവിടെ ഒരു സ്റ്റിച്ച്. 1 2 and 3 അങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഇനി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കാണാം. അപ്പൊ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഈ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഈ 2 കോർണേഴ്സിനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വലിക്കുക. എന്നിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഇവിടെ ഒന്നും കൂടി കാണിക്കാം. ഈ 2 കോർണേഴ്സിനെ ഇങ്ങോട്ട് വലിക്കുക. അതിന് ശേഷം ഒരു സ്റ്റിച്ച് കൊടുക്കുക, ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഇതപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇത് കണ്ടോ, ഒരു ബോക്സിന്റെ ഷേപ്പിലേക്ക് ഇത് വരികയാണ്. ഇനി നമ്മളിത് അകം പുറം തിരിക്കുകയാണ്. നീറ്റായിട്ട് കണ്ടോ, ബേസ് കണ്ടോ, ഒരു നീറ്റായിട്ട് ഒരു ബോക്സിന്റെ ഷേപ്പിലേക്ക് ഇത് വന്നു കഴിഞ്ഞു. അപ്പോൾ 2 ബാസ്ക്കറ്റ്സും സെപ്പറേറ്റ് റെഡി ആയിട്ടുണ്ട്. 2 അകം പുറം തിരിച്ചു. ഇനി റൈറ്റ് ഓൺ റൈറ്റ് വെക്കുക. എന്നിട്ട് ഇത് മുഴുവൻ അറ്റാച്ച് ചെയ്യുക. അറ്റാച്ച് ചെയ്തിട്ട് ലാസ്റ്റ് കുറച്ച് സ്പേസ് വിടുക. റൈറ്റ് ഓൺ റൈറ്റ് അറ്റാച്ച് ചെയ്ത് ഇത്ര എത്തി. ഇനി ഞാൻ കുറച്ചൊരു സ്പേസ് ഇവിടെ വിട്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വേണം ഇത് തിരിക്കാനായിട്ട്. മുഴുവൻ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തിരിക്കാനായിട്ടുള്ള സ്പേസ് ഉണ്ടാവില്ലല്ലോ. ഇതിലൂടെ പുറത്തെടുക്കുക.
ഇതാ ഇപ്പോൾ ഫുള്ളി ഞാൻ പുറത്തെടുത്ത് കഴിഞ്ഞു ആ ഒരു ഹോളിൽ കൂടെ. ഇനി നോക്കൂ, ഇത് ഉള്ളിലേക്ക് വെക്കണം ഈ ലൈനിങ്. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചസ് ഒന്നും നമുക്ക് പുറത്ത് കാണില്ല, എല്ലാം കൺസീൽഡ് ആയിട്ടുണ്ട്. ഇനി ചെറിയൊരു ഹോൾ ഉണ്ടല്ലോ, ഇതൊന്ന് തയ്ച്ചു കൊടുക്കാം. പിന്നെ ഒരു റൗണ്ട് ഫുൾ സ്റ്റിച്ച് നമ്മൾ ഇതിന് കൊടുക്കണം, അപ്പോഴാണ് അത് നീറ്റായിട്ട് അങ്ങ് ഇരിക്കുക. അപ്പോൾ നമ്മുടെ ഫാബ്രിക് ബാസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ലൈനിങ്ങിൻ്റെ സ്റ്റിച്ചസ് ഒന്നും ഇവിടെ കാണാനില്ല, എല്ലാം കൺസീൽഡ് ആണ്. ഇപ്പം എൻ്റെ ഫാബ്രിക് ബാസ്ക്കറ്റ് റെഡി ആയിട്ടോ, ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇതാണ് എൻ്റെ ഫൈനൽ പ്രോഡക്റ്റ്. ഇതിനകത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും ഇടാം, കിച്ചൺ യൂസിന് വേണമെങ്കിൽ, അതായത് ഡ്രൈ ഐറ്റംസ് എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിലിട്ട് സൂക്ഷിക്കാവുന്നേ ഉള്ളൂ. കുറച്ചൊരു വലിയ ബാസ്ക്കറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ കളിപ്പാട്ടങ്ങൾ ഇട്ട് വെക്കാനും ഒക്കെ ഒത്തിരി ഹെൽപ്ഫുള്ളായിരിക്കും. നമുക്ക് പ്ലാസ്റ്റിക് വിമുക്തമായിട്ട് മൂവ് ചെയ്യാനുള്ള ഒരു ശ്രമമാണെന്ന് ഇതിനെ കൂട്ടാം. ഇനി ഒരു ചെറിയ പണി ബാക്കിയുണ്ടായിരുന്നു. അതായത് ഇവിടെ ഒരു സ്റ്റിച്ച് ഇങ്ങനെ ഫുള്ള് അടിച്ചു കൊടുക്കണം ഇതിൻ്റെ മുകളിൽ കൂടി ഫൈനലായിട്ട്. പിന്നെ പിന്നെ ഒരു പണിയും കൂടി ഉണ്ട്. ഇനി ഈ ഫാബ്രിക് ബാസ്ക്കറ്റിനെ നമുക്കൊരു ബാഗായിട്ട് ചേഞ്ച് ചെയ്യാം. എങ്ങനെ ചേഞ്ച് ചെയ്യാം? 2 സ്ട്രിപ്പ് എടുക്കുക ഇതുപോലെ, എന്നിട്ട് ഈ സൈഡിൽ ഇങ്ങനെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇതാണ് എൻ്റെ സ്ട്രിപ്പ്. ഇതിൻ്റെ 2 അറ്റവും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിനെ തിരിക്കുമ്പോൾ ശ്രദ്ധിക്കുക, കോർണേഴ്സ് നേരെയാക്കാനായിട്ട് എന്തെങ്കിലും ഒരു സ്കെയിലോ അല്ലെങ്കിൽ ഒരു പെൻസിലോ അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവറോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാം. അതിനുശേഷം ഇതിനെ ഉള്ളിലേക്കൊന്ന് മടക്കുക. ഒരു 0.5 സെൻറ്റിമീറ്റേഴ്സ് ഉള്ളിലേക്ക് മടക്കുക. അതിനുശേഷം 2 സൈഡും ഇങ്ങനെ മടക്കി കൊടുക്കുക. അങ്ങനെ മടക്കി കൊടുത്തിട്ട് ഈ സൈഡിൽ നിന്ന് ഒരു സ്റ്റിച്ച് കൊടുക്കുക, ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്ട്രിപ്പ് റെഡിയാവും. അപ്പോൾ ഈ ബാസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഫുൾ ഒരു റൗണ്ട് സ്റ്റിച്ച് ഞാൻ അടിച്ചിട്ടുണ്ട്. ഇനി 2 സ്ട്രിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടേ? സ്ട്രിപ്പ് അറ്റാച്ച് ചെയ്യണം. എങ്ങനെ നമുക്ക് സ്ട്രിപ്പ് അറ്റാച്ച് ചെയ്യാം? ഇതിൻ്റെ നേരെ മിഡിൽ പോർഷൻ എടുക്കാം. പ്രൊപ്പോർഷണലായിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്യണമല്ലോ, അല്ലെങ്കിൽ ഈ ജോയിൻറ്റും ഈ ജോയിൻറ്റും കൂടി ഓപ്പോസിറ്റ് വെച്ചാൽ മതി. എന്നിട്ട് ഈ പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ അത് മാർക്ക് ചെയ്യാം, ഇവിടെ അത് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ മിഡിലാണ്. ഇതിൻ്റെ മിഡ് പോയിന്റ് എനിക്ക് കിട്ടി. ഇതിൻ്റെ മിഡ് പോയിന്റ് ആണിത്. ഇനി ഇത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെയാണ് നമുക്ക് നമ്മുടെ ഹാൻഡിൽ അറ്റാച്ച് ചെയ്യേണ്ടത്. ഇനി നമുക്ക് എങ്ങനെയാണ് സ്ട്രിപ്പ് അറ്റാച്ച് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ സ്ട്രിപ്പ് ഒരു 1 സെൻറ്റിമീറ്റേഴ്സ് താഴേക്ക് വെക്കുക, അതായത് ഉള്ളിലേക്ക് വെക്കുക. അതിനുശേഷം പുറത്തേക്ക് ഒരു 1 സെൻറ്റിമീറ്റർ, വീണ്ടും ഒരു വിരൽ ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് അത് മുകളിലേക്ക് കൊടുക്കുക. ഇനി ഇവിടെ റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് കൊടുക്കുക. അതിനുശേഷം മറ്റേ സൈഡ് ഇതുപോലെ ഇവിടെ ഇങ്ങനെ ചെയ്യണം. അപ്പോൾ ഇത് നല്ല സ്ട്രോങ് ആയിട്ട് അതങ്ങനെ ഇരിക്കും. അതാണ് അതിൻ്റെ ഗുണം. ഒരു ഹാൻഡിൽ ഞാൻ ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു റെക്റ്റാങ്കിളായിട്ട് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തപ്പോൾ എനിക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ പിടിക്കണം, കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചു, പിന്നെ ഇങ്ങനെ പിടിച്ചു, പിന്നെ ഇങ്ങനെ പിടിച്ചു, ഇങ്ങനെയൊക്കെ പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ നമ്മൾ ഹോൾഡ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിരുന്നു. അപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ബിഗിനറിന് ചെയ്യാൻ പറ്റുന്നത്, ആദ്യം നമ്മൾ ഇങ്ങനെ ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണല്ലോ, നമ്മളിങ്ങനെ വെച്ചു, ഉള്ളിലേക്ക് ഒരു 1 സെൻറ്റിമീറ്റർ ഇറക്കി വെച്ചു, ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിങ്ങനെ താഴേക്ക് പിടിക്കുമല്ലോ, ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക, ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ അതങ്ങനെ അവിടെ ശരിക്കും ഇരുന്നോളും. അതിനുശേഷം മുകളിലേക്ക് വെക്കുക, എന്നിട്ട് റെക്റ്റാങ്കിൾ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതൊരു ഓപ്ഷൻ. ഇല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ ഇതുപോലെ ഒരു പിൻ മേടിക്കാൻ കിട്ടും. ഈ പിൻ മേടിച്ചിട്ട് ഇവിടെ കുത്തി കൊടുക്കുക. ഇനി സ്റ്റിച്ച് ചെയ്ത് പോവാം. താഴേക്ക് പിടിച്ചാലും മതിയാവും. ഈ പിൻ വെച്ചിങ്ങനെ പിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സ്റ്റിച്ച് ചെയ്യാം. അപ്പം നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് വരും, എളുപ്പവും ഉണ്ടാവും. ഇപ്പം നമ്മുടെ ഹാൻഡിലൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പം എനിക്കിങ്ങനെ ഹാൻഡിലൊക്കെ ഇങ്ങനെ പിടിക്കാനായിട്ട് നല്ല പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം
ഇനി ഒരു ചെറിയൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇങ്ങനെ ഒരു കത്രിക പണ്ട് പരിചയപ്പെടുത്തിയിരുന്നു. തയ്ച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ തയ്യൽ മെഷീനിൽ നിന്ന് നമ്മളിങ്ങനെ നൂല് കട്ട് ചെയ്തെടുക്കുമല്ലോ, അതിന് ശേഷം നൂലൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ചാടി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ട ഒരു ചെറിയ ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഈ ഈ കത്രിക വെച്ചിട്ട് വളരെ ചേർത്ത്, തുണിയോട് ചേർത്ത് തന്നെ ഇത് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നോക്കൂ, വളരെ മിനിമലായിട്ടാണ് നമ്മുടെ ത്രെഡ് അവിടെ നിൽക്കുന്നത്. കുറച്ചുകൂടെ ചേർത്ത് കട്ട് ചെയ്താൽ കുറച്ചുകൂടെ ഫിനിഷിങ് നമുക്ക് കിട്ടും. ഇതാണ് ഇന്നത്തെ ടിപ്സ് ആൻഡ് ട്രിക്സിൽ വരുന്ന ഒരു കാര്യം. ഇനി നമുക്ക് ഇതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്യണ്ടേ? നമുക്ക് പ്ലാസ്റ്റിക് ഫ്രീ ആയിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.